അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഇസ്ലാം ലളിതമാണ് എന്നതിനെ ആസ്പദമാക്കി രണ്ട് വാക്കുകൾ സംസാരിക്കാനാണ്. നാളെ തൗഫീഖ് നൽകുമാറാകട്ടെ, ആമീൻ. എത്ര വലിയ തെറ്റ് ചെയ്യുന്നവൻക്കും മാപ്പ് നൽകുന്ന മതമാണ് ഇസ്ലാം. കഅബ് ബിൻ സുഹൈറിന്റെ സംഭവം അതിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും ഇസ്ലാമിനെയും വല്ലാതെ നോവിച്ചിരുന്നില്ലേ കഅബ് ബിൻ സുഹൈർ? എന്നാൽ ആരായിരുന്നു കഅബ് ബിൻ സുഹൈർ? അറബികൾക്കിടയിൽ വലിയൊരു സാഹിത്യകാരനായിരുന്നു കഅബ് ബിൻ സുഹൈർ. ദീനീ പ്രചാരണവുമായി കടന്നു വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ അനുയായികളെയും തന്റെ എഴുത്തിലൂടെ വല്ലാതെ കുത്തി നോവിച്ചിരുന്നു കഅബ് ബിൻ സുഹൈർ. എന്നാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ സ്വഹാബികൾക്ക് ഇത് സഹിക്കാൻ കഴിയുന്നതല്ലായിരുന്നു. കഅബ് ബിൻ സുഹൈറിനെതിരായി നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി ഉമറും സംഘവും തിരുസന്നിധിയിലെത്തി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് അനുവാദം നൽകിയില്ല. സ്വഹാബത്തിന്റെ നിർബന്ധത്തെ വഴങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മതം മൂളേണ്ടി വരികയാണ്. അങ്ങനെ കഅബ് ബിൻ സുഹൈറിനെ വധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തരവിട്ടു. ഈ വിവരം അറിഞ്ഞ കഅബ് ബിൻ സുഹൈറിനെ ഒളിവിൽ കഴിയേണ്ട സാഹചര്യം വരികയാണ്. തിരുസന്നിധിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ വേണ്ടി തന്റെ സഹോദരനായ ബുജൈറിനെ അയക്കുകയാണ്. അങ്ങനെ ബുജൈർ തിരുസന്നിധിയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ സ്വഹാബികൾ ആരും അറിയാതെ അവർക്കിടയിൽ ഒരു അംഗമായി ചേർന്നു ബുജൈർ. തിരുസന്നിധിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും ബുജൈറിന് മനംമാറ്റം സംഭവിക്കുകയാണ്. അങ്ങനെ തന്റെ സഹോദരനായ കഅബിന് കത്തെഴുതുകയാണ്. ബുജൈർ, നിങ്ങൾ തീർച്ചയായും ഇങ്ങോട്ടേക്ക് വരണം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ മതം നിങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്. കത്ത് ലഭിക്കേണ്ട താമസം മാത്രം കഅബ് ബിൻ സുഹൈർ തിരുസന്നിധിയിലേക്ക് യാത്ര തിരിച്ചു. മുഖമൂടി ധരിച്ചിട്ടാണ് വരവ്. കാരണം ഇസ്ലാമിന്റെ പുലിക്കുട്ടികളായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ ധീരന്മാരെ കണ്ടാൽ തല പോകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ തിരുസന്നിധിയിലേക്ക് കയറി ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, നിങ്ങളെ വല്ലാതെ കുത്തി നോവിച്ചിരുന്ന കഅബ് എന്ന് പറയുന്ന ഒരുത്തരില്ലേ, അവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ നിങ്ങൾ മാപ്പ് നൽകുമോ നബിയെ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ പറഞ്ഞു, തീർച്ചയായും ഞാൻ മാപ്പ് നൽകും. ഉടനെ തന്നെ കഅബ് ബിൻ സുഹൈർ പറയുകയാണ്, അന കഅബ് യാ റസൂലല്ലാഹ്, ഞാൻ കഅബാണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾക്കിടയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, നബിയെ, ഈ കഅബിന്റെ തല ഞാൻ എടുക്കട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പാടില്ല ഉമറേ, അദ്ദേഹം സത്യദീനിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ്. എത്ര വിശാലമായ ഇസ്ലാം മതം, ഇസ്ലാം എത്ര ലളിതമാണെന്ന് ഈ ചരിത്രത്തിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.